സോ ഹായ് ഓൾ നമ്മൾ ഇന്ന് പുതിയൊരു എൻട്രൻസ് ക്ലാസ് ആയിട്ട് വരിക മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നീറ്റിന് ഏകദേശം ഏറിപ്പോയ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ മേലേക്ക് വരില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാത്രം 2 ക്വസ്റ്റ്യൻ ചോദിക്കും. കീമിനാണെങ്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി? 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. IITക്ക് ആണെങ്കിൽ 1, അതും റയറായിട്ടേ ചോദിക്കുള്ളൂ. ചോദിക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു നിർബന്ധവും ഇല്ല. സോ ഇത് അങ്ങനത്തെ ടൈപ്പ് ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഇത് എല്ലാം എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ സംഭവം വളരെ ഈസിയാണ്. ഞാൻ അത് എടുക്കാൻ വേണ്ടി എടുക്കുകയല്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ഫിസിക്സിൽ ഏകദേശം ഒരു 90% ചാപ്റ്റേഴ്സും അത്യാവശ്യം നല്ല ടഫുള്ള സാധനങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ക്ലാസ്സിലോട്ട് കിടക്കാം. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. ആദ്യം ഡിഫോമിംഗ് ഫോഴ്സ്. ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ the force that changes the size or shape of a body is called deforming force. Okay, അപ്പോൾ ഈ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളെ ഏതെങ്കിലും ഒരു ബോഡിന്റെ സൈസോ അല്ലെങ്കിൽ ഷേപ്പോ മാറ്റാൻ കഴിയും. ഓക്കെ, സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോഴ്സുകളെ പറയുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ മൊത്തം പഠിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് or shape after the removal of deforming force is called elasticity. അതായത് ഇപ്പൊ നമ്മൾ ഇതിപ്പോ റബ്ബറാണ്, അതിനെ പിടിച്ച് വലിച്ചു, സ്വാഭാവികമായിട്ട് അതിന്റെ നീളം കൂടും. പിന്നെ എന്ത് ചെയ്തു, അത് പിടിച്ച് വിട്ടാൽ എന്ത് ചെയ്യും, അത് പഴയ ഷേപ്പ് തന്നെ പോകും. സോ ഒരു ബോഡിന്റെ ഷേപ്പ് പഴയ പോലെ തന്നെ വരാനുള്ള അതിന്റെ കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ഡിഫോമിംഗ് ഫോഴ്സ് ആണ്. സോ അത് പിടിച്ച് വലിച്ചു, അത് വലിച്ചുമ്പോൾ അതിന് എന്തായാലും അതിന്റെ ഷേപ്പിനും സൈസിനും മാറ്റം വരും. പക്ഷെ നമ്മൾ ആ ഫോഴ്സ് വിട്ട ശേഷം അത് പഴയ പോലെ അതിന്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്തുകൊണ്ടാണ്? ഇത് കീമിന് ചോദിക്കും അല്ലെങ്കിൽ നീറ്റിന് ചോദിക്കും. ഇലാസ്റ്റിസിറ്റിന്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എല്ലാ സബ്സ്റ്റൻസും കുറെ മോളിക്യൂൾസ് ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ അവർ തമ്മിലുള്ള ഫോഴ്സ് ആണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഓക്കെ, സോ ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ എന്താ പറയാ വേരിയേഷൻ കൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഫിനോമിന സംഭവിക്കുന്നത്. ഓക്കെ, ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് എക്സിസ്റ്റ് ബിക്കോസ് ദ ഡിഫറൻസ് ഇൻ ഇന്റർമോളിക്കുലർ ഓർ വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. അപ്പോൾ മാറ്റർ 3 ടൈപ്പാണ്. അതൊക്കെ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോ സോളിഡ് ആണെങ്കിൽ മോളിക്യൂൾസ് എല്ലാം വളരെ കമ്പാറ്റീവ്ലി പാക്കഡ് ആയിരിക്കും. ഓക്കെ, ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് കമ്പാറ്റീവ്ലി പാക്കഡ് ആയിരിക്കും. ഗ്യാസ് ആണെങ്കിൽ മോളിക്യൂൾസ് എല്ലാവരും എന്തായിരിക്കും, ഫാർ അപ്പാർട്ട് ആയിരിക്കും. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഏറ്റവും കൂടുതൽ സോളിഡിലാണ്, പിന്നെ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ് ലിക്വിഡിൽ, അതിനേക്കാൾ വളരെ കുറഞ്ഞ് ഗ്യാസിലുണ്ടാവും. സോ ഇങ്ങനെ എന്താ പറയാ, ഇന്റർമോളിക്കുലർ ഫോഴ്സിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് എന്താ പറയുന്നത് സോളിഡും ലിക്വിഡും ഗ്യാസ് ഒക്കെ ഉള്ളത്. സോ ഓഫ് കോഴ്സ് ഇലാസ്റ്റിസിറ്റിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത് പ്ലാസ്റ്റിസിറ്റി. അവിടെ കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുണ്ട്, പറഞ്ഞുതരാം. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബോഡി ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക്. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സാധനത്തിനെ പിടിച്ച് വലിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ട്. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഇതിനെ പിടിച്ച് അങ്ങോട്ട് ചവിട്ടി ശേഷം പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനെ പഴയ ഷേപ്പിക്ക് ആക്കാൻ പറ്റില്ല. സോ നമുക്ക് പറയാൻ അതിന് പഴയ ഷേപ്പിക്ക് തിരിച്ചു വരാനുള്ള കഴിവില്ല. സോ അതിനെ പ്ലാസ്റ്റിക് എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോ ഒരു ബോഡി ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് പഴയ ഷേപ്പോ സൈസോ റീഗെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, പ്ലാസ്റ്റിക് എന്നല്ല പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ പുട്ടി, അതേപോലെ മഡ്, ഇതൊക്കെ ഐഡിയൽ പ്ലാസ്റ്റിക് ആണ്, ക്ലോസ് ടു ഐഡിയൽ പ്ലാസ്റ്റിക്. അപ്പൊ എന്താ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കണം. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റീഗെയിൻഡ് ഒറിജിനൽ കണ്ടീഷൻ. അതായത് നമ്മളിപ്പോൾ റബ്ബർ പിടിച്ച് വലിച്ചാൽ ഓഫ് കോഴ്സ് അത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പഴയ ഷേപ്പുക്കും സൈസിക്കും എത്തും. അതായത് അതേ ഷേപ്പിക്ക് തന്നെ എത്തുകയാണെങ്കിൽ അതിന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ കോഡ്സ്, ഫോസ്ഫറസ്, ബ്രോൺസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ചാൽ പിന്നെ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, പഴയ ഷേപ്പിക്ക് ഒരിക്കലും റീഗെയിൻ ചെയ്യില്ല. സോ അത് ഞാൻ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നോ ടെൻഡൻസി ടു റീഗെയിൻ, അത് ഞാൻ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് പറയാം. എക്സാമ്പിൾ പുട്ടി വാക്സ് ഇൻ മഡ്. ഓക്കെ, പുട്ടി വാക്സ് ഇൻ മഡ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണ്. പിന്നെ പാരഫിൻ വാക്സ്, ഇതൊക്കെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം, നോ ബോഡി ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഓർ പ്ലാസ്റ്റിക്. ഒരു ബോഡിയും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് അല്ല, ഒരു ബോഡിയും പെർഫെക്റ്റ് ആയിട്ട് എന്താണ്, ഇലാസ്റ്റിക്കും അല്ല. അപ്പൊ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ റീസ്റ്റോറിംഗ് ഫോഴ്സ്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്താ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്? അപ്പൊ നമ്മൾ കൊടുത്ത ഫോഴ്സിനെ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഡീഫോമിംഗ് ഫോഴ്സ് എന്താണോ അതിന്റെ നേരെ വിപരീതം അതിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് നോക്കാം. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ദാറ്റ് ഹെൽപ്സ് ടു റീഗെയിൻ ദിസ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. അതായത് നമ്മളിപ്പോ ഒരാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഒരു സ്പോഞ്ച് അതിന് നമ്മൾ കൊടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്നൊക്കെ ഫോഴ്സ് കൊടുത്തിട്ട് ഇതിന്റെ സൈസ് എന്ത് ചെയ്തു, സ്പോഞ്ച് ബോളാട്ടോ. ഇപ്പൊ സ്പോഞ്ച് ബോളാണ് നമ്മളെ മഞ്ഞ ബോൾ ഉണ്ടല്ലോ, അതാണ് ആ സാധനം. അപ്പൊ അതിനെ പിടിച്ച് ഞെക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ആ ഫോഴ്സ് മീൻസ് നമ്മൾ എന്ത് ചെയ്തു, കൈ അങ്ങോട്ട് വിട്ടാൽ ഇത് പഴയ പോലെ തന്നെ എന്ത് ചെയ്യും, ഈ ഷേപ്പിലോട്ട് തന്നെ വരും. അങ്ങനെ ഷേപ്പിക്ക് വരുന്നതിന്റെ ഉള്ളിൽ കുറെ ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പഴയ ഷേപ്പിലോട്ട് തന്നെ തിരിച്ചു വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ നമുക്ക് പറയാം ഒരു ബോഡിന്റെ പഴയ ഷേപ്പിലേക്കും സൈസിലേക്കും തിരികെ വരാൻ സഹായിക്കുന്ന ഫോഴ്സിനെയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. Then we are going to study about stress. Stress എന്ന് പറഞ്ഞാൽ the restoring force developed in a body per unit area of cross section. അപ്പൊ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്, ഇക്വേഷന്റെ പരിപാടി തുടങ്ങുകയാണ്. സ്ട്രെസ് കാണാനുള്ള ഏരിയ എന്താണ്? സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. അതേപോലെ സ്ട്രെസ്സിനും പ്രഷറിനും സെയിം യൂണിറ്റ് ആണ്, സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്, സെയിം ഇക്വേഷൻ ആണ്. ഇപ്പോ പ്രഷറിന്റെ ഇക്വേഷനും എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഓക്കെ, പ്രഷറിന്റെ ഇക്വേഷനും ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. സോ ഇവർക്കൊക്കെ സെയിം എന്താണ്, എല്ലാം സെയിം ആണ്. ഇക്വേഷൻ വൈസും ഡയമെൻഷൻ വൈസും യൂണിറ്റ് വൈസും എല്ലാവരും സെയിം ആണ്. സോ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകളെ പറ്റി പഠിക്കണം. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ. ഓക്കെ, സ്ട്രെസ് ഏത് സ്ട്രെസ് ആയിക്കോട്ടെ, ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, സോ നമുക്ക് അതിനെ പറ്റി പഠിക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്, ഏതൊക്കെ ടൈപ്പാണ് സ്ട്രെസ് ഉള്ളത്? ഓക്കെ, നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് നോർമലി. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഒരു ബോഡിയാണ്. ഓക്കെ, ഈ ബോഡിക്ക് നോർമൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു സ്ട്രെസ് കൊടുത്താൽ അതിന് പറയുന്ന പേരാണ്, നോർമൽ ആയിട്ട് കൊടുക്കണേ അതിന് പറയുന്ന പേരാണ് നോർമൽ സ്ട്രെസ് എന്നുള്ളത്. ഓക്കെ, ഏത് സ്ട്രെസ് ആയിക്കോട്ടെ, സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതിലാർക്കും സംശയമില്ല. നോർമൽ സ്ട്രെസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ഈസ് ലെങ്ത് ഇൻക്രീസസ്. നമ്മൾ കൊടുത്ത സ്ട്രെസ് കാരണം ഒരു ബോഡി ഇപ്പൊ ഇതാണ്, നമ്മൾ കൊടുത്ത സ്ട്രെസ് കാരണം അതിന്റെ ലെങ്ത് കൂടിയാൽ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കും. കംപ്രഷണൽ സ്ട്രെസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ഈസ് ലെങ്ത് ഡിക്രീസസ്. നമ്മൾ കൊടുത്ത ഒരു സ്ട്രെസ് കാരണം അതിന്റെ ലെങ്ത് കുറഞ്ഞു, അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ കംപ്രഷണൽ സ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ടാൻജൻഷ്യലി. ഫോർ എക്സാമ്പിൾ, നമ്മളെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്, ഈ ബോഡിക്ക് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ട് ഇതേപോലെയാണ് സ്ട്രെസ് കൊടുത്തത്, അല്ലെങ്കിൽ ഇതേപോലെ ടാൻജൻഷ്യൽ ആയിട്ടാണ് സ്ട്രെസ് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ വേറൊരു ബോഡി, അതിന് ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ടാൻജൻഷ്യൽ ആയിട്ടാണ് സ്ട്രെസ് കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ്. സോ സ്ട്രെസ് കൊടുക്കാൻ മീൻസ് ഫോഴ്സ് കൊടുക്കാന്നാണ് കേട്ടോ. സോ ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അപ്പൊ ആ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. സോ ദീസ് ആർ ദ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്. 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് നമ്മൾ പഠിച്ചു. സോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, വേറെയും കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ട്. അടുത്ത സ്ട്രെയിൻ ആണ്. എന്താണ് സാധനം? സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ. ഓക്കെ, എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോക്കാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ എനി ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഈസ് കോൾഡ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഇക്വേഷൻ ഈസ് വെരി സിമ്പിൾ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ. Okay, change in dimension. Okay, change in dimension all divided by original dimension. All divided by original dimension. So this is the equation to find the stress. ഇവിടെ dimension എന്ന് ഉദ്ദേശിച്ചത് വേണമെങ്കിൽ അത് ലെങ്ത് ആവാം, ഏരിയ ആവാം, ബോഡി ആവാം. ഓക്കെ, ലെങ്ത് ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് വരും. ഏരിയ ആണെങ്കിലോ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ. വോളിയം ആണെങ്കിലോ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയും. ഓക്കെ, പിന്നെ സ്ട്രെസ്സിന് നോ യൂണിറ്റ് ഇല്ല, അതേപോലെ ഇതിന് ഡയമെൻഷൻ ഫോർമുലയും ഇല്ല. സോ ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കണം. അപ്പൊ 3 ടൈപ്പ് ഓഫ് സ്ട്രെയിനുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്ട്രെയിൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ഓഫ് എ ബോഡി. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓക്കെ,
ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ എന്താ പറയാ സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്, എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം. അപ്പൊ വോളിയം സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വി ബൈ വി. ഓക്കെ, ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ വി. ഓക്കെ, അപ്പോൾ വോളിയം സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഡെൽറ്റ വി ബൈ വി ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ടാൻജൻഷ്യൽ സ്ട്രെയിൻ. സോ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ദ ഫേസ് വിച്ച് ഈസ് ഒറിജിനലി പെർപെൻഡിക്കുലർ ടു ഫിക്സ്ഡ് ഫേസ് ഈസ് ടേൺഡ് ഡ്യൂ ടു ദ അപ്ലിക്കേഷൻ ഓഫ് എന്താ പറയുക ഓഫ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വോളിയം സ്ട്രെയിൻ നമ്മൾ പഠിച്ചു, ടാൻജൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. സോ അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇവിടെ ഒരു ഫിക്സഡ് ഫേസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട് ഒരു ഫിക്സഡ് ഫേസ് ആണ്. ഇവിടെ ഞാൻ ഒരു സാധനത്തിന് ഫിക്സഡ് ഫേസ് ആണ്, ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഒരു തറ ഞാൻ ഇവിടെ ഒരു ബോർഡിനെ വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിലൂടെ ഒരു ഫോഴ്സ് ടാൻജൻഷ്യൽ ആയിട്ട് കൊടുത്തു. ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് ഇതിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഷേപ്പ് ഇങ്ങനെ മാറും. ഓക്കെ, അതിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഷേപ്പ് എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ മാറും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇങ്ങനെ മാറും. സോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. സപ്പോസ് ഇതിന്റെ ലെങ്ത് എന്ന് വിചാരിക്കുക, ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് മാറുമ്പോൾ ഉണ്ടായ ചെറിയ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എന്ന് വിചാരിക്കുക. സോ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ആണ്, തീറ്റയാണ്. സോ അത് കാണാൻ ഇക്വേഷൻ എന്താണ്, തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഈ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് ആണ്. സോ ഇതാണ് ടാൻജൻഷ്യൽ സ്ട്രെയിൻ. ഇത് വെച്ചിട്ട് വലിയ തോതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, വി ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ് ടു. ദെൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, സോ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ്, വെറുതെ നോക്കാം എന്താ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ളത്. സോ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ട്രെസ് അപ് ടു വിച്ച് എ ബോഡി ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓഫ് ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ്. നമുക്ക് കൊടുക്കാൻ പറ്റിയ മാക്സിമം സ്ട്രെസ്, ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതിന്റെ അപ്പുറം പോയാൽ എന്ത് ചെയ്യും, പിന്നെ ആ ബോഡിക്ക് ഒരിക്കലും പഴയ ഒറിജിനൽ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ്. So it is the maximum stress up to which a body can regain its original size or shape after the removal of deforming force. So അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം ഹുക്സ് ലോ, ഹുക്കിന്റെ ലോ അല്ലെ. സോ നമുക്ക് ഹുക്സ് ലോ എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഹുക്സ് ലോ? ഓക്കെ, വാട്ട് ഈസ് ഹുക്സ് ലോ? അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. അതായത് ആ ലിമിറ്റിന് അപ്പുറം എന്തായിരിക്കും, നമ്മൾ വേറെ ഏത് ബോഡിനെ എടുത്താലും ആ ബോഡിക്ക് പിന്നെ പഴയ സൈസോ ഷേപ്പോ കിട്ടൂല. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. ദെൻ ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് മീൻസ് സ്ട്രെസ് കൂട്ടുമ്പോൾ സ്ട്രെയിൻ കൂടും, സ്ട്രെസ് കുറയുമ്പോൾ സ്ട്രെയിൻ കുറയും. അതിനെയാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. സോ ഈ കോൺസ്റ്റന്റ് മാറ്റിയാൽ നമുക്ക് വേറൊരു സാധനം കിട്ടും, സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഈ കോൺസ്റ്റന്റ് മാറ്റിയാൽ നമുക്ക് വേറൊരു സാധനം കിട്ടും, സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താ പറയുക ഒരു കോൺസ്റ്റന്റ്. സപ്പോസ് ആ കോൺസ്റ്റന്റിനെ ഇ എന്ന് വിളിച്ചു, ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് കിട്ടും. സോ ഇ എന്താണ്, സോ ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് കിട്ടും. സോ ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റിന് ഒരു പേരുണ്ട്. ഓക്കെ, ആ കോൺസ്റ്റന്റിന് ഒരു പേരുണ്ട്. ദ നെയിം ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ആ കോൺസ്റ്റന്റിന്റെ പേരാണ് മോഡുലസ് ഓഫ് എന്താ പറയുക ഇലാസ്റ്റിസിറ്റി. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. കുറെ ടൈപ്പ് അല്ല, 3 ടൈപ്പാണ് മെയിൻ ആയിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. അത് നമ്മൾ വരുന്ന സമയങ്ങളിൽ അതിനെ പറ്റി എന്തായാലും പറയും. ഓക്കെ, സോ ഇതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഹുക്സ് ലോ കാര്യം പ്രത്യേകം നിങ്ങൾ നോക്കണം. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള ഈ ഒരു പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറമാകുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഇനി എൻട്രൻസിനെ ഡീൽ ചെയ്യുന്ന വേറൊരു സെയിം പോയിന്റ് പറഞ്ഞുതരാം. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്, പ്രഷർ, ഇതിനും സെയിം യൂണിറ്റ് ആണ്, സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ്. സോ ഈ പോയിന്റ് ശരിക്കും നോട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ചിലപ്പോൾ ആവശ്യം വരും. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. Therefore steel is more greater than elastic than rubber. ഒരു മെറ്റീരിയലിന്റെ ഇന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. നമ്മൾ വ്യക്തമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. സോ അപ്പോൾ സ്റ്റീലാണ് ഇലാസ്റ്റിക്കിന് എന്താ പറയുക റബ്ബറിനേക്കാൾ മോർ ഇലാസ്റ്റിക്. നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിന്റെ വാല്യൂ എന്താണ് റബ്ബറിനേക്കാൾ കൂടുതലാണ്. ഒരു ബോഡിന്റെ ഇലാസ്റ്റിസിറ്റിന്റെ വാല്യൂ മറ്റുള്ളതിനേക്കാൾ കൂടുതലായാൽ അത് മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയും. സോ അതുകൊണ്ട് അത് അത്രയേ ഉള്ളൂ. ഓക്കെ,
സോ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് അതിന് നമുക്ക് വല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ വേറെ കുറച്ച് സംഗതികളിലേക്ക് പോകാം. സോ ഇത്രയേ ഉള്ളൂ എന്ത് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റികൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റികളെ വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ പോകാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റികൾ ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വെറുതെ കണ്ടുപിടിച്ച് നോക്കാം. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്, 3 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് മെയിൻ ആയിട്ടുള്ളത്. 3 ടൈപ്പ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് പഠിക്കാം. ഒന്നാമത്തെ ടൈപ്പിന്റെ പേരാണെന്ത്, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് ഒന്നാമത്തെ ടൈപ്പിന്റെ പേര്, യങ്സ് മോഡുലസ്. ഏത് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിക്കോട്ടെ, ഇക്വേഷൻ എപ്പോഴും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരിക്കും. ഓക്കെ, ബേസിക് ഇക്വേഷൻ എപ്പോഴും ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിക്കോട്ടെ, യങ്സ് ആയിക്കോട്ടെ, ബൾക്ക് ആയിക്കോട്ടെ, ഷിയർ ആയിക്കോട്ടെ, ബേസിക് ഇക്വേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരിക്കും. അത് നിങ്ങൾ മറക്കരുത്. സോ ഇവിടെ എന്താണ്, വിത്ത് ഇൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ റേഷ്യോ ഓഫ് നോർമൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് കോൾഡ് യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് നമ്മൾ y എന്നാ ഡിനോട്ട് ചെയ്യുക. സോ അത് കാണാൻ ഇക്വേഷൻ നോർമൽ എന്താ പറയാ, സ്ട്രെസ്, നോർമൽ സ്ട്രെസ് ബൈ എന്താണ്, നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ് കാണാൻ ഇക്വേഷൻ. ബട്ട് ഈ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. സോ നമുക്ക് വേണ്ട ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു, യങ്സ് മോഡുലസ് കാണാൻ കുറെ ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ y ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എടുക്കാം. ഓക്കെ, അത് ഒന്നെങ്കിൽ അങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു, ഓക്കെ, എഫ് എൽ ഓൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. ഇതാണ് യങ്സ് മോഡുലസ് നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ. y ഈസ് ഈക്വൽ ടു എഫ് എൽ ബൈ എ ഡെൽറ്റ എൽ. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് ആണ്, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, അതേപോലെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ആണ്. ഓക്കെ, സപ്പോസ് ഇനി ഒരു പ്രത്യേക ഒരു കേസ് കൂടെ പഠിപ്പിച്ചു തരാം. ഇത് മറ്റേ ക്ലാസ്സിൽ എന്റെ ഇതിന് ഇരുന്നവർക്കാണെങ്കിൽ അറിയുന്നുണ്ടാവും. സപ്പോസ് നമ്മൾ റബ്ബർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, റബ്ബർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, താഴോട്ട് ഒരു ഫോഴ്സ് എം ജി ഉണ്ട്. പിന്നെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണെങ്കിൽ ആ സമയത്ത് യങ്സ് മോഡുലസ് കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. y ഈസ് ഈക്വൽ ടു എം ജി എൽ ഓൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഡെൽറ്റ എൽ. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഇതിപ്പോ ഈ ഒരു റബ്ബർ മാത്രമല്ല, ഏതൊരു സാധനം തൂക്കിയിട്ടാലും ഇതായിരിക്കും ഇക്വേഷൻ. y ഈസ് ഈക്വൽ ടു എം ജി എൽ ബൈ പൈ ആർ സ്ക്വയർ ഡെൽറ്റ എൽ. ഓക്കെ, ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് പോയിന്റ്സ് നോക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോ ഇവിടെ നോക്കാം എന്തൊക്കെ ഇവിടെ പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പറയുന്ന പോയിന്റുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പറയുന്ന പോയിന്റുകൾ നോക്കാം. സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ കോപ്പർ, ബ്രാസ്, റബ്ബർ, അലുമിനിയം. അപ്പോ കോപ്പർ, ബ്രാസ്, റബ്ബർ, അലുമിനിയത്തിനേക്കാൾ വളരെ കൂടുതലാണ് ഇലാസ്റ്റിക് ആണ് സ്റ്റീൽ. കാരണം ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതായത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് മച്ച് ഗ്രേറ്റർ. ഓക്കെ, അപ്പൊ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്താണ്, ഇതിനേക്കാൾ വളരെ കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റീൽ ഇവരെക്കാൾ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ സ്റ്റീൽ ഈസ് പ്രിഫേർഡ് ഇൻ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആൻഡ് സ്ട്രക്ചറൽ ഡിസൈൻ. സോ സ്ട്രക്ചറൽ ഡിസൈനും അതേപോലെ തന്നെ ഈ ഹെവി മെഷീന്റെ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീലിനെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അടുത്തത്, വുഡ്, ബോണ്, കോൺക്രീറ്റ് ആൻഡ് ഗ്ലാസ് ഹാവ് റാദർ സ്മോൾ യങ്സ് മോഡുലസ്. അതായത് ഒരു വുഡ്, ബോണ്, കോൺക്രീറ്റ്, ഗ്ലാസ് ഇതിനൊക്കെ എന്തായിരിക്കും, യങ്സ് മോഡുലസ് വളരെ കുറവായിരിക്കും. Then y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആട്ടെ. y of a perfectly rigid body is infinite. പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ ബോഡി ഏത് മോഷൻ അണ്ടർഗോ ചെയ്താലും അതിന്റെ ഷേപ്പും സൈസും ഓറിയന്റേഷനും ഒന്നും മാറൂല. ഓക്കെ, ഷേപ്പ്, സൈസ്, ഓറിയന്റേഷൻ, അത് ഏത് ടൈപ്പ് എങ്ങനെ നമ്മൾ പിടിച്ച് കറക്കിയാലോ അല്ലെങ്കിൽ മോഷൻ ചെയ്യിച്ചാലോ അങ്ങനെ മാറാത്ത ഷേപ്പും സൈസും ഓറിയന്റേഷനും മാറാത്ത ബോഡിക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി. ഓക്കെ, സോ അതിന്റെ യങ്സ് മോഡുലസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന് കാരണം അതിന്റെ ഇലോങ്ങേഷൻ ഓഫ് ഡെൽറ്റ എൽ 0 ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, ഇൻഫിനിറ്റി എന്ത് വരുന്നത്, അതിന്റെ റിജിഡിറ്റി എന്താ പറയാ, അതിന്റെ യങ്സ് മോഡുലസ് വരുന്നത്. സോ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കേണ്ട വേറൊരു സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മൾ ഓരോരോ പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് ഈ പരിപാടി എടുക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾ വേറൊരു ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വേറൊരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ കുറെ ടൈപ്പ് ഇക്വേഷൻ ഉണ്ട്, ഏതാണ് എങ്ങനെയൊക്കെ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റന്റ് നമ്മൾ കെ എന്നാ ഡിനോട്ട് ചെയ്യുക. ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു y ഇൻറ്റു എ ഓൾ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, y a ഓൾ ഡിവൈഡ് ബൈ എൽ. ഇത് നീറ്റിനൊക്കെ ഡയറക്റ്റ് ആയി ചോദിക്കുന്നുണ്ട്. എ എന്ന് പറഞ്ഞ മക്കളെ ഏരിയ ആണ്.
L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ ഒബിയസ്ലി ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യങ്സ് മോഡുലസ് ആയിരിക്കും. സോ ഇത് സാധാരണ ഗണത്തില് പലപ്പോഴും y എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് ആണ്. സാധാരണ ഗണത്തില് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് ഇതിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പലയിടത്തും പലരും യൂസ് ചെയ്ത് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ പ്രത്യേകം ഒന്ന് എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഒന്നാമത്തെ സെഷൻ. നമുക്ക് നേരെ അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത സെഷനിൽ ബൾക്കും ബാക്കി കാര്യങ്ങളും പറയാം.